നമസ്കാരം. വ്യാഴമാറ്റത്തെ ഫലം ജീവിതത്തിൽ ലഭിച്ചു തുടങ്ങുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റവും നേട്ടങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് ഏതൊക്കെ നക്ഷത്ര ജാതകരാണെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യവും നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും ഈ നക്ഷത്ര ജാതകർക്ക് ജൂൺ 2 വ്യാഴമാറ്റത്തിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനും ഭാഗ്യം ലഭിക്കുന്ന സമയമൊക്കെയാണ്. ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബദേവീ ദേവന്മാർക്ക് വേണ്ട രീതിയിലുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ തടസ്സങ്ങളും വലിയ പ്രതിസന്ധികളും നിങ്ങൾ പോലും നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുവാനും കാരണമായി തീരുന്ന സമയമാണ്. അടുത്ത ഭരണി നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വിദേശ യാത്രകളെല്ലാം അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന സമയമാണ്. വ്യാഴമാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റവും വ്യക്തിപരമായിട്ട് വലിയ നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. ആ കുടുംബത്തിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കടങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആകുലതകളെല്ലാം മാറിക്കിട്ടും. എന്ത് തന്നെയായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നേടിയെടുത്തുകൊണ്ട് വലിയ തോതിലുള്ള വിജയങ്ങൾ കൈവരിക്കുവാൻ ഭരണി നക്ഷത്ര ജാതകർക്ക് ഈ ഒരു കാലഘട്ടം വളരെ സുഖകരമായിട്ടുള്ളൊരു സമയമാണ്. നിങ്ങൾ ശിവക്ഷേത്രങ്ങളിലെ ദർശനം നടത്തുക, മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തടസ്സങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ സർവേഷൻ മാറ്റി തരുന്ന ഒരു സമയമാണ്. അതായത് കൂടുതലായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഈ വ്യാഴമാറ്റം കൊണ്ട് ഗുണം കിട്ടുന്നതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്ര ജാതകർ. നിങ്ങൾക്ക് മുമ്പുള്ള ഓരോ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുന്ന പല കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ സമയങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ദുരിതങ്ങൾ വിട്ടൊഴിയുന്നതായിരിക്കും. രോഗശമനങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എല്ലാവിധമായ നേട്ടവും വിജയവും ഉയർച്ചകളും ഈ നക്ഷത്ര ജാതകർക്ക് ഈ സമയം കൈവരിക്കുവാൻ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കഴിയുന്നതായിരിക്കും. അടുത്ത കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും വളരെ വലിയ വിജയവും സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റവും ഉണ്ടാകുന്നതായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തികം നിങ്ങളുടെ കരങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. വിദേശത്ത് നിൽക്കുന്നവർക്ക് ഭാഗ്യം അന്വേഷിച്ചു വരുവാനുള്ള സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രയാസവും ദുരിതങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള ജീവിത വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ സമയം നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഭാഗ്യദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു സമയം വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ആണ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ധനലാഭങ്ങൾ നിങ്ങളെ വലിയ വിജയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിച്ച് വാഴുവാനുള്ള അവസരങ്ങളാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റത്തിൻ്റെ ഫലമായിട്ട് അനുഭവിക്കുവാൻ ജീവിതത്തിൽ യോഗമുണ്ടാകുന്നത്. അടുത്ത മകയിരം നക്ഷത്രമാണ്. ഈ മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾക്ക് കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങളും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അകന്നു കിട്ടുന്ന സമയമാണ്. മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ദിവസം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. ശിവക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്യുത്തമമായിരിക്കും. അതല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ശിവക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും ദോഷങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ധനവരവിന് കാരണമായി തീരുന്ന കാര്യങ്ങളാണിതൊക്കെ. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് നേടിയെടുത്തുകൊണ്ട് ജീവിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അടുത്ത തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളും നിങ്ങൾ കൈവരിക്കും. ദുഃഖ ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സർവീസുകളിൽ നിയമന ഉത്തരവുകൾ ലഭിക്കുവാനും ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് പറയുന്ന പല വസ്തുക്കളും പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. കോടതി കേസുകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ശമനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അല്ലെങ്കിൽ അതിനൊരു പരിഹാരങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയവും കാലഘട്ടമൊക്കെയാണ്. ഉറപ്പായും ജീവിതത്തിൽ വലിയ നേട്ടവും വലിയ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്ന സമയം കൂടിയാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. ഈ കൂട്ടർക്ക് ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് വലിയ ധനലാഭങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങൾ ഈ ഭൂമിക്ക് കീഴിലുള്ള ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും അത് നിഷ്പ്രയാസം നിങ്ങൾക്ക് നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. ഊർജ്ജസ്വലതായി പ്രവർത്തിക്കുന്ന സമയമാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. ഈശ്വരനിൽ പൂർണ്ണത അർപ്പിച്ച് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും വിജയങ്ങൾ വളരെ അടുത്ത് തന്നെയാണ്. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പൂർണ്ണമായും അകലുന്ന സമയമൊക്കെയാണ്. ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും പൂജകളൊക്കെ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്ക്
ഈശ്വരപ്രീതി കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് മുമ്പിൽ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അത് സമ്പത്തായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തേടി വരുന്നതായിരിക്കും. ഭാഗ്യമൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് തേടി വരുന്നതായിരിക്കും. നിങ്ങളൊന്നിനും തേടി പുറകെ പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല. ഉറപ്പായും നിങ്ങൾക്ക് വളരെ വലിയ വിജയങ്ങളാണ് ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നത്. തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, തൊഴിൽ നേരത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ, അതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പൂർണ്ണമായും അയവുണ്ടാകുന്ന കാലഘട്ടമൊക്കെയാണ്. അതുപോലെ തന്നെ പൂരം നക്ഷത്ര ജാതകർ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളും കൈവരിക്കുവാൻ പൂരം നക്ഷത്ര ജാതകർക്ക് ഈ സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ഏത് കാര്യങ്ങളും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. ശത്രുവിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒരു കൂട്ടരാണ് പൂരം നക്ഷത്ര ജാതകർ. ഉറപ്പായും നിങ്ങൾക്ക് ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഒരു ലോട്ടറി എടുത്താൽ പോലും നിങ്ങൾക്ക് ആ ലോട്ടറിയിൽ ഭാഗ്യം ലഭിക്കുവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങളുടെ ജീവിതം വളരെ വലിയ ഉയരങ്ങളിലേക്ക് സർവേഷൻ കൊണ്ടുപോകുക തന്നെ ചെയ്തായിരിക്കും. അടുത്ത ഉത്തരം നക്ഷത്ര ജാതകരാണ്. ഭാഗ്യാനുഭവത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നക്ഷത്ര ജാതകരാണ് ഉത്തരം നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ പിറക്കുന്നത്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും തൊഴിൽ രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ധനനഷ്ടങ്ങളും മാറിക്കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പരീക്ഷണങ്ങളും മാറി ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഒരു വീട് പണിയൊക്കെ തുടങ്ങണമെന്ന് മനസ്സിലാഗ്രഹിച്ച് നിൽക്കുന്ന നക്ഷത്ര ജാതകരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ആ വീട് പണി നടക്കുവാൻ കഴിയുന്ന സാഹചര്യവും സമയവും നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും. എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധികളും സാമ്പത്തിക ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ചു തുടങ്ങുന്ന ഈ കാലഘട്ടം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായും വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഈ നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ കാലഘട്ടമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഈ കാലയളവിൽ നിങ്ങളിലേക്ക് തന്നെ തേടി വരുന്നൊരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, ഗുരുക്കന്മാരെ ബഹുമാനിച്ച് മുൻപോട്ട് പോവുക, എല്ലാ രീതിയിലുള്ള സർവ്വ സൗഭാഗ്യത്താലും കിരീടം വെക്കാതെ രാജാവായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ വിശാഖം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹങ്ങൾ ഒരുപോലെ കാണപ്പെടുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അത് സാമ്പത്തികപരമായിട്ടായാലും ശരി, മറ്റേത് മേഖലയിലായാലും ശരി, നിങ്ങൾക്ക് തൊഴിൽ രംഗത്തായാലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. അടുത്ത അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസ ദുരിത കാലഘട്ടങ്ങൾക്ക് അറുതി ഉണ്ടാകുന്നതായിരിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിച്ചു തുടങ്ങി പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും പുതിയ കരാറുകളിൽ ഉൾപ്പെടുവാനും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുവാനും പൊതുവെ ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ അനിഴം നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുന്ന സമയമാണ്. ഉറപ്പായും ഈശ്വരൻ്റെ സാന്നിധ്യം കൂടുതലായിട്ടുള്ള ഈ സമയം നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. അടുത്ത തൃക്കേട നക്ഷത്രമാണ്. തൃക്കേട നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ സമയമാണ്. ദുഃഖ ദുരിതങ്ങൾ പൂർണ്ണമായും വെടിഞ്ഞ് സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക ചൈതന്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമൂഹികപരമായിട്ടുള്ള ചില വെല്ലുവിളികളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന സമയമായിരിക്കും. ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന കാലഘട്ടമാണ്. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുന്ന തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടവും വലിയ ഉയർച്ചകളുമാണ് ഇനിയുള്ള സമയങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത പൂരുട്ടായ നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും വലിയ വിജയങ്ങളും വലിയ ഐശ്വര്യങ്ങളുമാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് കൂടികൊള്ളുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും ഭഗവാൻ നിങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നതായിരിക്കും. അടുത്ത ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രയാസവും ദുഃഖ ദുരിതങ്ങളും എല്ലാം മാറി സമ്പൂർണ്ണ വിജയത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്ന സമയമാണ്. ധനനഷ്ടങ്ങൾ മാറിക്കിട്ടുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. തൊഴിൽ നഷ്ടമാകുമെന്നുള്ള സാഹചര്യത്തിൽ പോലും നിൽക്കുന്ന പല വ്യക്തികൾക്കും ജീവിതത്തിൽ അതൊക്കെ മാറി അവരുടെ ജീവിതത്തിൽ അനുകൂലമായിട്ട് വന്നു ചേരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം നടത്തുക, ഈശ്വര വിശ്വാസം കൈവിടാതെ കാത്തു സൂക്ഷിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഉറപ്പായും ജീവിതത്തിൽ വലിയ നേട്ടത്തിലേക്കാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതം എത്തിച്ചേരുവാൻ പോകുന്നത്. അടുത്ത രേവതി നക്ഷത്ര ജാതകരാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. വീട് പണിയൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. ഗവൺമെൻറ് സർവീസുകളിൽ നിന്നും നിയമന ഉത്തരവുകൾ ലഭിക്കാം. ഗവൺമെൻറ്റിൽ നിന്നുള്ള ധനസഹായങ്ങൾ ലഭിക്കുവാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. മുടങ്ങിക്കിടക്കുന്ന എല്ലാ പദ്ധതികളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. വ്യാപാര വ്യവസായികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും മാറും. നിങ്ങൾക്ക് വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ
വാർത്തകളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. ഉറപ്പായും ഇവിടെ പറഞ്ഞിട്ടുള്ള നക്ഷത്ര ജാതകർക്കെല്ലാം തന്നെ വ്യാഴമാറ്റത്തിൻ്റെ ഫലം സിദ്ധിച്ചു തുടങ്ങുന്ന സമയമാണ്. ഉറപ്പായും വലിയ തോതിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളുമാണ് ഇനിയുള്ള സമയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്.